നമസ്കാരം. നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടുവട്ടം വാർത്തകൾ നിങ്ങൾ കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ വാർത്തയുടെ കുറച്ച് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഞങ്ങളുടെ വാർത്ത നേരത്തെ എല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് അരമണിക്കൂറിനകത്ത് വരും. എല്ലാ സമയത്തും എല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നത് പരാതി പറഞ്ഞുകൊണ്ട്, പക്ഷെ അത് ഞങ്ങൾ സത്യത്തിൽ വിഷമമുണ്ട്. കാരണം വളരെ അനിവാര്യമായ എല്ലാവരും അറിയേണ്ട വിജ്ഞാനങ്ങളായിരുന്നു ഞങ്ങൾ അതിൽ പെടുത്തിയിരുന്നത്. കുറച്ചധികം പേരിൽ ഇത് അങ്ങനെ ഒരു അഭിപ്രായം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്തയിൽ ചെറിയ ഒരു മാറ്റം വരുത്തുന്നത്. ഇന്നത്തെ നാട്ടുംപെട്ട വാർത്തകൾ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ചേർക്കുന്നത്. EFAയുടെ നമ്മുടെ സെറാമിക്സ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ കോച്ചിങ് ക്യാമ്പിനായി, ഫുട്ബോളിന്റെ കോച്ചിങ് ക്യാമ്പിനായി സ്ഥാപിച്ചിരുന്ന ഗോൾ പോസ്റ്റ് ഏതോ വാഹനം ഇടിച്ചു തകർത്തു. കൃത്യമായിട്ടും അവർ വലിയ സാമ്പത്തിക നേട്ടത്തിന് ചെയ്യുന്ന ഒരു ക്യാമ്പല്ല, അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ ദ്രോഹമാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ഒപ്പം പ്രേമചന്ദ്രന്റെ റോഡ് ഷോ ഇന്ന് കുണ്ട്ര മണ്ഡലത്തിൽ ആരംഭിച്ചു. അതേപോലെ തന്നെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി PC ചാക്കോ വടപ്പക്കരയിൽ ജനങ്ങളോട് സംസാരിച്ചു. MGD ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പും ഇന്ന് ആരംഭിച്ചു. ഇത്രയും വാർത്തകളാണ് ഇന്നുള്ളത്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. നാളെ ഏപ്രിൽ 4 ലോക എലിദിനമാണ്. വേൾഡ് റാറ്റ് ഡേ. കുഴിബോംബുകൾക്കെതിരായുള്ള ബോധവൽക്കരണ ദിനം. ഇൻ്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ. ലോകരഹിതം കണ്ടുപിടിച്ച ജോൺ നാപ്പിയർ സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ അന്തരിച്ചു. 1617 ഈ വിയോഗം. വിഖ്യാത ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരൻ ഒലിവർ ഗോഡ്സ്മിത്ത് അന്തരിച്ചു. 1774 ഇത്. ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം ജില്ലയിലെ കോടിമതയിൽ ജനിച്ചു. 1855 ഈ ജനനം. DNA ഘടന കണ്ടെത്തിയ വില്യം ക്രൂസ് അന്തരിച്ചു. 1915 ഇത്. ചന്ദ്രനെ ആദ്യമായി സോവിയറ്റ് ബഹിരാകാശ പേടകമായ ലൂണ 10 വലം വെച്ചു. 1966 ഈ ചരിത്ര സംഭവം. ഏപ്രിൽ 4 ലോക എലിദിനം ആഘോഷിക്കുന്നു. എലികൾ അനുഭവിക്കുന്ന മോശം പ്രകമ്പനം ഇല്ലാതാക്കാനുള്ള ദിവസമാണിത്. ചില അത്ഭുതകരമായ കഴിവുകളും ഗുണങ്ങളുമുള്ള അത്ഭുതകരമായ മൃഗങ്ങളാണ് എലികൾ. ബ്യൂബോണിക് പ്ലേഗിന് ശേഷം എലികൾക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. ഭക്ഷണം മോഷ്ടിക്കുന്നതിനും രോഗങ്ങൾ പടർത്തുന്നതിനും ആളുകൾ സാധാരണയായി എലികളെ പുച്ഛിക്കുന്നു. പക്ഷേ വളർത്തെലികൾ ഉള്ളവർക്കറിയാം അവയെ കൂടാതിരിക്കാൻ രസമുള്ള ബുദ്ധിയുള്ള മൃഗങ്ങളാണെന്ന്. മറ്റേതൊരു ജീവിയെയും പോലെ അവർക്ക് ശ്രദ്ധയും പരിചരണവും സ്നേഹവും ആവശ്യമാണ്. 2002 വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ അത്ഭുതകരമായ മൃഗങ്ങളുടെ സ്വീകാര്യതയെ സൃഷ്ടിക്കുന്നതിനായി ലോക എലിദിനം ആരംഭിച്ചു. അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവർ അനുവദിച്ചു. എലികൾ റോഡേൻഷ്യ റാറ്റസ് ജനുസിൽ നിന്നുള്ള ഇടത്തരം വലിപ്പമുള്ള നീളമുള്ള എലികളിൽ പെടുന്നു. അവയുടെ നീണ്ട വാലൊരു പ്രധാന സവിശേഷതയാണ്. എലികൾക്ക് താപനിയന്ത്രണത്തിനായി വാലുപയോഗിക്കാം. എലികൾ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കീടങ്ങളാണ്. പക്ഷേ അവ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നില്ല. മിക്കവർക്കും മധ്യകാലഘട്ടത്തിൽ കപ്പലുകൾ വഴിയാണ് അവ അവതരിച്ചത്. കറുത്ത എലികൾ പ്രത്യേകിച്ച് ആക്രമണകാരികളായ ഇനങ്ങളായി കുപ്രസിദ്ധമാണ്. എന്നിരുന്നാലും വ്യത്യസ്ത സംസ്കാരങ്ങൾ എലികളെ മറ്റൊരു വെളിച്ചത്തിലാണ് കാണുന്നത്. യൂറോപ്യൻ സംസ്കാരങ്ങളിൽ എലികൾ മോശം വാർത്തയാണ്. എന്നാൽ ഏഷ്യൻ സംസ്കാരങ്ങളിൽ അവ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നു. ചൈനീസ് രാശിചക്രത്തിൽ എലികളുണ്ട്. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് അവ ഗണപതിയുടെ വാഹനമായും പരാമർശിക്കപ്പെടുന്നുണ്ട്. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ വാർഷികാഘോഷം. ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ്. വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ഡെയിലി വെയർ, ബാംഗിൾസ്, ചെയിൻ എന്നിവയ്ക്ക് വെറും 3% മുതൽ പണിക്കൂലി. 5 പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. ഗോൾ പോസ്റ്റ് ഇടിച്ചു തകർത്തു.
ഇളമ്പുള്ളൂർ ഫുട്ബോൾ അസോസിയേഷന്റെ കുണ്ടറ സെറാമിക്സ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന ഫുട്ബോൾ ഗോൾ പോസ്റ്റ് വാഹനമിടിച്ച് തകർത്തു. കഴിഞ്ഞ 31-ന് കുട്ടികളുടെ വേനൽ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചിരുന്നു. കൂടാതെ എല്ലാ അവധി ദിവസങ്ങളിലും EFAയുടെ പ്രാക്ടീസ് നടത്തുന്ന ഗ്രൗണ്ടാണിത്. 30,000-ലധികം രൂപ ചിലവഴിച്ചാണ് പോസ്റ്റ് നിർമ്മിച്ചിരുന്നത്. 2 മാസം മുമ്പും ഇങ്ങനെ തകർത്തിരുന്നു. ഇവിടെ സ്വകാര്യ ബസ്സുകളും ലോറികളും പാർക്ക് ചെയ്യാറുണ്ട്. പകൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പരിശീലനം നടക്കുന്ന ഗ്രൗണ്ടാണ്. ഭാരവാഹികൾ കുണ്ടറ പോലീസിൽ പരാതി നൽകി. ഇളമ്പുള്ളൂർ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമ്മർ ക്യാമ്പ് കുണ്ടറ സെറാമിക്സ് ഗ്രൗണ്ടിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ കുട്ടികൾക്ക് സൗജന്യമായി ഞങ്ങൾ ഫുട്ബോൾ പരിശീലനം നൽകി വരികയാണ്. അപ്പോൾ ഈ സമ്മർ ക്യാമ്പിനോടനുബന്ധിച്ചും നേരത്തെ ഞങ്ങളുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും സിറാമിക് അധികാരികൾ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അതനുസരിച്ച് വളരെ പൈസ ചിലവാക്കി, ഏകദേശം 50,000 രൂപ ചിലവാക്കിയാണ് 2 പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചത്. ഇരുമ്പിൻ്റെ പോസ്റ്റാണ് അത്. പുതിയ പൈപ്പ് വാങ്ങി അതൊക്കെ ഞങ്ങൾ തയ്യാറാക്കി ചെയ്തതാണ്. പല അഭ്യുദയകാംക്ഷികളുടെയും സഹായത്തോടെയും ക്ലബ്ബിലെ അംഗങ്ങൾ പൈസ എടുത്ത് ചെയ്തതാണ്. ഇതിപ്പം 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന വാഹനം ഇടിച്ച് ഇത് തകർന്നിരിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം ഏതോ ഒരു വാഹനം ഇടിച്ചതാണ്. അത് ഞങ്ങൾ തന്നെ പിന്നെയും പൈസ ചിലവാക്കിയത് ശരിയാക്കി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യവും രാത്രിയിൽ ഇവിടെ കൊണ്ടുവരുന്ന ഏതോ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് ഇടിച്ച് അത് നശിപ്പിച്ചിരിക്കുന്നു. ഇനി അത് ശരിയാക്കാനായിട്ട് വളരെയധികം എമൗണ്ട് ആവും. കാര്യം ഇത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായ ഒരു ക്യാമ്പ് നടത്തുകയും ഞങ്ങൾ വളരെ കുറച്ച് പേര് EFAയുടെ ആൾക്കാർ ഇത് കഷ്ടപ്പെട്ടിങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊതുജനവും അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വരും. അവർ ഞങ്ങളുമായിട്ട് വളരെയധികം ദ്രോഹമാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. അധികാരികൾ ഇത് മുന്നിൽ കണ്ട് അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുണ്ടറയിൽ പ്രേമചന്ദ്രന്റെ റോഡ് ഷോ. കൊല്ലം പാർലമെന്റ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ റോഡ് ഷോ കുണ്ടറ മണ്ഡലത്തിൽ ആരംഭിച്ചു. രാവിലെ 8:30-ന് കരിക്കോട് നിന്നാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ചന്ദനത്തോപ്പ്, കേരളപുരം, ഇളമ്പുള്ളൂർ, ആശുപത്രിമുക്ക്, പെരുമ്പുഴ, മോദീൻമുക്ക്, കുരിപ്പള്ളി, പള്ളിമുക്ക്, വടക്കേമുക്ക്, കണ്ണനല്ലൂർ വഴി താഴത്തലയിൽ സമാപിച്ചു. PC വിഷ്ണുനാഥ് MLA, UDF ചെയർമാൻ കുരിപ്പള്ളി സലീം, കൺവീനർ B വേണുഗോപാൽ, രാജുടി പണിക്കർ, സനൂപ് സജീർ, പെർനാട് മുരളി എന്നിവർ പങ്കെടുത്തു. നിരവധി ബൈക്കുകളും വാഹനങ്ങളും റാലിയിൽ അണിചേർന്നു. കാറ്റിന്റെ ഗതി സമുദ്രസഞ്ചാരത്തിന് ഏറെ പ്രധാനമാണ്. കാറ്റെറിഞ്ഞ് തൂറ്റണം എന്നൊക്കെ ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട്. കാലവർഷക്കാറ്റിനെ കുറിച്ചുള്ള അറിവ് കേരളക്കരയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ പല മടങ്ങ് അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിനു പിറകിലും ഒരു ശാസ്ത്രമുണ്ട്. ക്രിസ്തുവിന് മുൻപ് 45-ാം ആണ്ടിൽ ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികനാണ് കാലവർഷക്കാറ്റിന്റെ പ്രാധാന്യം ആദ്യമായി മനസ്സിലാക്കിയത്. ഹിപ്പാലസിന്റെ കാലത്തിന് മുമ്പ് കടലോരത്തുകൂടി വളരെ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ മധ്യ-ഏഷ്യൻ തീരങ്ങളിൽ നിന്നും കേരളത്തിലെത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കാലവർഷക്കാറ്റിനൊപ്പം നീങ്ങിയാൽ പായ്ക്കപ്പലിൽ 40 ദിവസം കൊണ്ട് അറബിക്കടൽ താണ്ടി വലിയ പ്രയാസം കൂടാതെ കേരളത്തിലെത്താൻ കഴിയുമെന്ന് വന്നു. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും മുസീരിയിൽ കൊടുങ്ങല്ലൂർ എത്തുന്ന കപ്പലുകൾക്ക് മലബാറിൽ നിന്നുള്ള ചരക്കുകളും കൂടി കയറ്റി ഡിസംബർ ജനുവരിയിൽ മടക്കയാത്ര തിരിച്ചാൽ ഏതാണ്ട് 40 ദിവസത്തിനകം ചെങ്കടൽ തുറമുഖങ്ങളിൽ തിരിച്ചെത്താനും കഴിയുമായിരുന്നു. അവിടെ നിന്ന്
നൈൽ നദിയിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ അലക്സാണ്ട്രിയയിലേക്കും തുടർന്ന് റോമിലേക്കും എത്തിക്കും. റോമാക്കാർക്ക് സുഗന്ധദ്രവ്യങ്ങളോടും കുരുമുളകിനോടും ഉള്ള ഭ്രമം അടിക്കടി വർദ്ധിച്ചു വന്നിരുന്ന കാലമാണത്. ഇതോടെ കേരളക്കരയിലെ സമുദ്ര വ്യാപാരം ഏതാണ്ട് 3 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്രമമായി ഒരേ കാലത്ത് ഏതാണ്ട് ഒരേ ദിശയിലുണ്ടാകുന്ന കാറ്റായതുകൊണ്ട് വിശ്വസിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് വന്നു. സമയവും ഊർജവും ഏറെ ലാഭിക്കാനും സാധിച്ചു. ഇക്കാരണത്താലാണ് കേരളക്കരയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ വളരെ സഹായിച്ച ഒരു ഘടകമാണ് കാലവർഷക്കാറ്റ് എന്ന് പറയുന്നത്. സമ്മർ ക്യാമ്പിന് തുടക്കമായി MGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായുള്ള സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റനും പോലീസ് കമാൻഡറുമായ കുരുകേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജേക്കബ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കായികാധ്യാപകൻ ജോസ് ജോർജ്, സ്പോർട്സ് കൺവീനർ സാബു ബെൻസിലി, ദീപുലാൽ, തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ, ബേസ്ബോൾ, റഗ്ബി എന്നീ കായിക ഇനങ്ങളിലാണ് പരിശീലനം. 12-ന് ക്യാമ്പ് സമാപിക്കും. MGD HSS കുണ്ട്ര സ്കൂളിൻ്റെ സമ്മർ സ്പോർട്സ് കോച്ചിങ് ക്യാമ്പ് 2024 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ നല്ല വിശാലമായ ഒരു നല്ല ഗ്രൗണ്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന PTA, അതേപോലെ നമ്മുടെ ഹെഡ് മാസ്റ്റർ, ഇതിൻ്റെ ഭാരവാഹികളായ തിരുമേനി, എല്ലാവരും ഇതിനു വേണ്ടി വളരെയധികം നമ്മളെ പുതിയ തലമുറകളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇവിടെ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല കളിക്കാർ ഈ സ്കൂളിൽ നിന്ന് വളർന്നു വരും, അതിന് സംശയമില്ല. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ സ്കൂളിലുണ്ട്. അത് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിരന്തരമായ പരിശീലനത്തോടും ഹാർഡ് വർക്കോടും കൂടി മാത്രമേ നമുക്ക് ഒരു കളിക്കാരനാവാൻ കഴിയൂ. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കോച്ച് തങ്കച്ചൻ സാറ് ഒക്കെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്കില്ലുകൾ, പുഷ് പാസ്, ലോ ഡ്രൈവ്, ഹൈ ഡ്രൈവ്, ചിപ്പിംഗ്, അതുപോലെ തന്നെ ഗോൾ കീപ്പേഴ്സിനുള്ള പ്രാക്ടീസ്, ഡ്രിബ്ലിങ് എല്ലാം. ഒരു മെസ്സിയുടെ എങ്ങനെയാണ് മെസ്സി എത്രത്തോളം സ്കില്ലിൽ പെർഫെക്റ്റ് ആയതുപോലെ നമ്മുടെ കളിക്കാരെ ഓരോരുത്തരെയും നല്ല പെർഫെക്ഷൻ, ഡ്രിബ്ലിംഗ് ആയാലും ഷൂട്ടിംഗ് ആയാലും ടൈമിങ് ഓഫ് ദ പാസ് ഏത് സമയത്ത് അടുത്ത കളിക്കാരന് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ കോച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ കോച്ചിങ് ക്യാമ്പ് തുടർന്നും ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് കൊണ്ട് നിർത്താതെ ഇനിയും ഓരോ ദിവസങ്ങളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ല ടീമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മതേതരത്വം തകർക്കുന്ന മോദിയെ പിടിച്ചുകെട്ടണം. PC ചാക്കോ. രാജ്യത്ത് മതേതരത്വം തകർത്ത് അധികാരം ആവർത്തിക്കാൻ ശ്രമിക്കുന്ന മോദിയെ പിടിച്ചുകെട്ടുന്നതിനായി വേണം ഇത്തവണ വോട്ട് ചെയ്യേണ്ടതെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പടപ്പക്കര NS നഗറിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഒരു ഇടപെടലുകളിലും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ 19 MP-മാരും ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തെ തകർക്കാൻ NDA സർക്കാർ ഹീനമായി ശ്രമിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുവാനോ കേരളത്തിന് അർഹമായത് നേടിയെടുക്കുവാൻ നടത്തിയ ഇടപെടലുകളിലോ ഇവരാരും സംസ്ഥാനത്തിനൊപ്പം നിന്നിട്ടില്ല. നമ്മുടെ സുരക്ഷിതത്വവും ക്ഷേമവും സംരക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ജോൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം J മേഴ്സിക്കുട്ടിയമ്മ, SL സജികുമാർ, C ബാൽഡുവിൻ, G പത്മാകരൻ, C പ്രദീപ്, S രാജീവ്, ജൂലിയറ്റ് നെൽസൺ, T സുരേഷ്, ശ്രീ സുഗതൻ, മഞ്ജു സുരേഷ് എന്നിവർ സംസാരിച്ചു.
ഗ്രാമത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥലം മാറി വന്നു. പുതിയ ഡോക്ടറുടെ പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. ശാന്തമായ മുഖം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരം, എല്ലാവരോടും ഒരുപോലെയുള്ള പെരുമാറ്റം. ആശുപത്രിയിലെ തിരക്കോ രോഗികളുടെ പെരുമാറ്റങ്ങളോ അദ്ദേഹത്തിന്റെ ശാന്തതയ്ക്ക് ഇളക്കമുണ്ടാക്കുന്നില്ല. ഇത് ശ്രദ്ധിച്ച ഒരാൾ ഡോക്ടറോട് ചോദിച്ചു, ഇത്ര തിരക്കിനിടയിലും നിങ്ങൾക്കെങ്ങനെ ഇതേ രീതിയിൽ ചിരിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയുന്നു? എന്താണ് ഇതിന്റെ രഹസ്യം? ഡോക്ടർ അതിന് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, ഇതിൽ വലിയ രഹസ്യമൊന്നുമില്ല. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം അതാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പരിശീലനം നടത്തിയിരുന്നു. വീട്ടിൽ നിന്നും ബസ്സിലാണ് ആശുപത്രിയിൽ എത്തേണ്ടത്. ബസ് കാത്ത് സ്റ്റോപ്പിൽ നിന്നാൽ വണ്ടി സ്റ്റോപ്പിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും ആയിരിക്കും നിർത്തുക. ഓടിച്ചെല്ലുമ്പോഴേക്കും പലപ്പോഴും ബസ് വിട്ട് കഴിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ ശ്രമിക്കുമ്പോഴേക്കും കണ്ടക്ടർ ബെല്ല് കൊടുത്തു കഴിഞ്ഞിരിക്കും. പിന്നെ വളരെ പ്രയാസപ്പെടണം വീഴാതെ ഉള്ളിൽ കടന്നു കിട്ടാൻ. ടിക്കറ്റിന് പണം കൊടുത്താൽ പലപ്പോഴും ബാക്കി തരില്ല. അഥവാ ചോദിച്ചാൽ ദേഷ്യത്തോടെ ആയിരിക്കും തരിക. ചില്ലറ ഇല്ലെങ്കിൽ അതിന് ചീത്ത കേൾക്കേണ്ടി വരും. പലപ്പോഴും മനസ്സ് നിയന്ത്രണം വിടുന്ന ഘട്ടം എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസവും ഇതേ ബസ്സിൽ വരണമല്ലോ എന്ന് ചിന്തിച്ച് ഒരുവിധം നിയന്ത്രിക്കും. ഈ ദേഷ്യമെല്ലാം ഉള്ളിലൊതുക്കിയാണ് ആശുപത്രിയിലേക്ക് ചെല്ലുക. സഹപ്രവർത്തകരെ നോക്കിയൊന്ന് ചിരിക്കാൻ കൂടി കഴിയില്ല. ഇതുമൂലം മറ്റുള്ളവരും വളരെ ഗൗരവത്തിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഇതൊക്കെ കാരണം പലപ്പോഴും ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് മുതിർന്ന ഡോക്ടർമാരുടെ വഴക്ക് കേൾക്കാൻ ഇടയാക്കും. ഇതൊക്കെ ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടാണ് വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നത്. ദേഷ്യമെല്ലാം അവിടെ തീർക്കും. ഭാര്യയോട് വഴക്കിടും, കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടും. ഇതുമൂലം വീട്ടിലുമാകെ അശാന്തി നിറഞ്ഞ അന്തരീക്ഷം. അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയം ബസ് മുന്നോട്ടെടുത്തു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഓടി വരുന്നത് കണ്ട കണ്ടക്ടർ ബെല്ലടിച്ച് വണ്ടി നിർത്തി. അന്ന് ആ ബസ്സിൽ കണ്ടക്ടറായി വന്നത് പുതിയൊരാളായിരുന്നു. എന്നെ കൂടി കയറ്റിയതിനു ശേഷമാണ് വണ്ടി വിട്ടത്. ബസ്സിൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടക്ടർ അയാളുടെ സീറ്റ് എനിക്ക് ഒഴിഞ്ഞു തന്നു. എനിക്ക് സന്തോഷം തോന്നി. ക്ഷീണം കൊണ്ട് ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ കണ്ടക്ടർ എന്നെ വിളിച്ചുണർത്തി. ആ കണ്ടക്ടറുടെ പെരുമാറ്റം എനിക്ക് പകർന്നു തന്ന ആശ്വാസം എത്രയെന്ന് പറയുവാനാകില്ല. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര ആനന്ദത്തോടെയാണ് ഞാൻ ബസ്സിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടന്നത്. ഓഫീസിലെത്തിയപ്പോൾ പതിവില്ലാതെ എല്ലാവരും എന്നെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. അന്ന് ജോലികൾ ശ്രദ്ധയോടെ ചെയ്യുവാൻ കഴിഞ്ഞതിനാൽ മേലുദ്യോഗസ്ഥൻ എന്നെ പ്രത്യേകം പ്രശംസിച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കുട്ടികളോടും ഭാര്യയോടും സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും പെരുമാറാൻ കഴിഞ്ഞു. കുട്ടികളെ ലാളിക്കുവാൻ സാധിച്ചു. വീട്ടിലാകെ എന്തോ ഒരു ഉത്സവത്തിന്റെ പ്രതീതി. ഞാൻ എല്ലാം മറന്ന് ആനന്ദിച്ചു. എന്റെ ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടായ പരിവർത്തനത്തിലൂടെ എല്ലാവരിലും സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നു. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നും ഞാൻ മനസ്സിലാക്കി. ഇനി മുതൽ എല്ലാവരോടും ദയയോടും ബഹുമാനത്തോടും കൂടി മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഓരോ വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തിയുമാണ് സമൂഹത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോ പുഞ്ചിരിക്കും ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാനുള്ള ശക്തിയുണ്ട്. അതിനാൽ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്ന വിധത്തിലാവാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെയായാൽ നമ്മുടെ ജീവിതത്തിലും ശാന്തിയും സന്തോഷവും നിറഞ്ഞു നിൽക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. വാർത്ത കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ലൈല അവർ ലവ് യൂട്യൂബ് ചാനലിലെ ലൈല ക്രിയേഷൻസിന്റെ ഷോർട്ട് ഫിലിം നിങ്ങൾ കാണണം. 5ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇനി വരാനിരിക്കുന്നത്. 4 ഷോർട്ട് ഫിലിമുകളും ഞങ്ങൾ നിങ്ങളുടെ പ്രേക്ഷക സമക്ഷം എത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6, മുഖം, കനൽ ചിരി, നാളെ. ഇനി ഇതുവരെ നമ്മൾ ചെയ്തത് സംഭാഷണമില്ലാത്ത സിനിമകളായിരുന്നു. ഇപ്പോൾ 5ാമതായി വരുന്നത് സംഭാഷണമുള്ള സിനിമയാണ് കൂട്ട്. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് എടുക്കുന്നത്. ഒരു മാസം ഒരു സിനിമ എന്നതാണ് ലൈല ക്രിയേഷൻസിന്റെ ലക്ഷ്യം. നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അകമഴിഞ്ഞുള്ള സഹകരണം തരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യജ്ഞത്തിൽ തുടരാൻ കഴിയുന്നത്. പ്രേക്ഷകരും അത്തരം ഒരു വലിയ സഹകരണം ഞങ്ങൾക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമകൾ മുഴുവൻ നിങ്ങൾ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ, യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഇടണം എന്ന അഭ്യർത്ഥനയോടെ വീണ്ടും നമുക്ക് നാളെ രാത്രി കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.